ഹലോ ഗായ്സ്, പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസ് ആണ് ഗൈസ്. അതെ, നമ്മൾ പുതിയ ലെറ്റ്സ് പ്ലേ സീരീസ് തുടങ്ങാണ്. അപ്പം ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ പ്രത്യേകത മാത്രമല്ല, നമ്മൾ ആദ്യമായിട്ട് മോൻ കാണിച്ച് വീഡിയോ ഇടാണ് ഗൈസ്. ഇനി നമ്മളുടെ മിക്ക വീഡിയോ നമ്മൾ മോൻ കാണിച്ച് തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കും. അപ്പം നമുക്ക് എന്തായാലും പറഞ്ഞ സമയം കളഞ്ഞാൽ നമുക്ക് അതിൻ്റെ വെയിലൊക്കെ ഫോണിനകത്താണ് നമ്മൾ കളിക്കുന്നത്. അപ്പം ഫോൺ കാണിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ഞാൻ ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡിങ് സ്റ്റാർട്ട് ആവട്ടെ ഗൈസ്. എങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ഓക്കെ. അപ്പം സ്ക്രീൻ റെക്കോർഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ പുതിയ വേൾഡിന് നമ്മളൊരു സീഡ് ഉണ്ട് ഗൈസ്. നമുക്ക് ഉണ്ട് ഇവിടെ. നമുക്ക് നമ്മുടെ വേൾഡിൻ്റെ പേര് ലെറ്റ്സ് പ്ലേ എന്ന് കൊടുക്കാം. ലെറ്റ്സ് പ്ലേ ഗൈസ്. എന്നിട്ട് നമുക്ക് അഡ്വാൻസിൽ കയറിയിട്ട് നമുക്ക് നമ്മുടെ സീഡ് എടുത്ത് അടിക്കാം. നമ്മുടെ സീഡ് എന്ന് പറയുന്നത് കോപ്പി ചെയ്തിട്ട് സീഡ് കാണുന്നില്ല. വെയിറ്റ്, കോപ്പി ചെയ്തിട്ട് സീഡ് ഇവിടെ ക്ലിപ്പ് ബോർഡ് ഉണ്ടോ? അതെ ഗൈസ്, ഇതാണ് ഗൈസ് നമ്മുടെ സീഡ്. അപ്പം ഞാൻ ഈ സീഡ് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തേക്കാം ഗൈസ്. അപ്പം നമ്മൾ കോർഡിനേറ്റും ഡേയ്സ് ഓൺ ആക്കിയിട്ട് തുടങ്ങാം ഗൈസ്. ക്രിയേറ്റ് സ്റ്റാർട്ട്. പിന്നെ പറയാനാണെങ്കിൽ ആദ്യമായിട്ട് കാണിച്ച് കയറിയിരുന്നു. അതിൻ്റേതായ പ്രശ്നങ്ങൾ കാണും ഗൈസ്. കാരണം ഞാൻ ഹെഡ്ഫോൺ ഇല്ല ഗൈസ്. ഹെഡ്ഫോൺ നമ്മുടെ മൈക്രോഫോൺ അല്ല, മീൻസ് ഹെഡ്സെറ്റ് നമ്മുടെ സി പോർട്ടാണ്. എൻ്റെ കയ്യിരിക്കുന്ന സി പോർട്ടില്ല. അപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. വരും, ഉടനെ തന്നെ വരുമായിരിക്കും. അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ വേൾഡ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ഞാൻ ഈ വേൾഡിനകത്ത് ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയാണ് ഗൈസ് കളിക്കാൻ. ഏത് മീൻസ് അല്ല, ഞാൻ കളിച്ചുകൊണ്ടിരുന്ന വേൾഡ്. അപ്പം അതൊരു വില്ലേജൊക്കെ ഇവിടെ അടുത്തൊക്കെ ഉണ്ട്. അപ്പം ഇപ്പോൾ എനിക്ക് ആ വേൾഡ് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വിചാരിച്ചത് വെച്ചാൽ ഞാൻ ലെറ്റ്സ് പ്ലസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ ഗൈസ്, ഒറ്റ മിനിറ്റ് വെയിറ്റ് ഗൈസ്. ഒരു ചെറിയ പ്രശ്നം. ഓക്കെ ഗൈസ്, വന്നു. ഞാൻ സ്പീക്കർ കണക്ട് ചെയ്ത് നടന്നു. അപ്പം സ്പീക്കറിനകത്ത് തന്നെ മൈക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയുടെ ക്വാളിറ്റി കറക്റ്റ് ചെയ്ത് ലൈറ്റൊക്കെ പറ്റുന്ന എന്തോ അറിയില്ല. അപ്പം നമുക്ക് എന്തായാലും നേരെ ഇവിടുന്ന് വില്ലേജ് ഒരു അടുത്തവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ 168 ഞാൻ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് നേഴ്സ് വന്നത്. നമ്മുടെ അവിടെ സ്പ്രൂസ് ബയോമാണ്. നമുക്ക് ഇച്ചിരി സ്പ്രൂസും മരം വെട്ടിയെടുക്കുമ്പോൾ. കാരണം ഈ സ്പ്രൂസിനൊരു പ്രത്യേകത ഉണ്ട്. സ്പ്രൂസ് വെക്കുകയാണെങ്കിൽ നമുക്ക് 4 സാപ്പിളിങ് ഒന്ന് വെച്ച് ബോൺ ചെയ്താൽ വലിയ മരം കിട്ടും. അയ്യോ വട്ടിട്ടായി. പിന്നെ ബേസിക്കായ സാധനമൊക്കെ നമുക്ക് വില്ലേജിൽ നിന്ന് കിട്ടും. പിന്നെ അത് എവിടെ നിന്ന് എടുക്കേണ്ട കാര്യമില്ല. ഒരു 4 സാപ്ലിങ് കിട്ടുമെന്ന് നോക്കി. അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വന്നാലും മതിയായിരുന്നു. 4 സാപ്ലിങ് കിട്ടുമെന്ന് നോക്കിയിട്ട് ഇപ്പം ഓക്കെ 1 കിട്ടി. ഒരു 3 കൊടുത്താടാ. കമ്പെന്തിന് എനിക്ക് 3 സാപ്ലിങ് കൊടുത്താ. 1 കിട്ടിയോളതെ. സാപ്ലിങ് കിട്ടുന്നില്ല ഗൈസ്. തൽക്കാലം ഒരെണ്ണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. സാപ്പിളിങ് എടുക്കാൻ സമയമാകും. നമുക്ക് എന്തായാലും നേരെ നമുക്ക് ഓടിയ വില്ലേജിലോട്ട് പോയിട്ട് ഒരു ബെഡ് എടുത്ത് അവിടെ റീസ്പോൺ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി പണി നോക്കാം. ഫുഡ് നമുക്ക് അവിടെ നിന്ന് എന്തുകൂടാ ചെറിയെ കൊണ്ട് ശല്യം. ഇപ്പം ചത്തേനെ. ഇപ്പോൾ 1 വരണ്ടേ 168. -800. വില്ലേജ് കറക്റ്റ്. വില്ലേജിൻ്റെ കോർഡിനേറ്റ് വരുന്ന -168 -180 847 ഗൈസ്. കുറച്ച് ഓടണം. കോഴി ഇപ്പം ചത്തേനെ. നമുക്ക് എന്തായാലും അവിടെ മറ്റേ നോടാം. രാത്രി ആയില്ലെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ പഴയ അവസ്ഥ തന്നെ. നമുക്കെന്തായാലും നമ്മുടെ ലെറ്റ്സ് പ്ലസ് പ്ലെയിൻസ് കണ്ടു ഗൈസ്. ലെറ്റ്സ് പ്ലസ് സീരീസ് സ്റ്റാർട്ട് ആയത് നമ്മൾ ഇനി റെഗുലറായിട്ട് വീഴാൻ നോക്കാം. നമുക്ക് സമയം കിട്ടുന്നില്ല. സ്കൂളിൽ പോകണം, പോയിട്ട് വരണം, കൂടെ വീഡിയോ ഇടണം, വീഡിയോ എഡിറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ എടുക്കും. പിന്നെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞൊക്കെ എടുക്കും. പിന്നെ ഫോൺ എടുക്കുമ്പോൾ പിന്നെ അങ്ങ് മടിയാണ്. എഡിറ്റ് ചെയ്യാൻ 2 ഇൻട്രോ ഔട്ട്രോ ഇട്ടിട്ട് ഇങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ എന്താണെന്നല്ല, മനസ്സങ്ങോട്ട് അനുവദിക്കത്തില്ല. അതുകൊണ്ടാണ് പിന്നെ റെഗുലറായിട്ട് വീഡിയോ ഇടാത്തത്. നമുക്ക് മാക്സിമം റെഗുലറായിട്ട് വീഡിയോ ഇടാൻ നോക്കാം. അതെടുക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്നല്ലേ വില്ലേജ്. വെള്ളമൊക്കെ കയറി കിടക്കണമല്ലേ. 2 ഷുഗർ കെയിൻ എടുത്ത് ഗൈസ്, വെറുതെ ചെയ്യട്ടെ. നീ ഹങ്കർ കുറയുന്ന ഗൈസ്. മിക്കവാറും വിശപ്പ് കൊണ്ട് ചാവും. വില്ലേജ് എന്ന് കഴിയുമ്പോൾ ഞാൻ മിക്കവാറും ഒന്നും ചാവും കേട്ടോ. പറയാൻ പറ്റത്തില്ല. ഞാൻ അല്ലേ കളിക്കുന്നത്. ശരിക്കും
ഞാനിപ്പോൾ ലെറ്റ്സ് പ്ലേ തുടങ്ങേണ്ടതല്ല. നമ്മളിന്നലെ ഷോർട്സ് ഇട്ടല്ലേ ഗൈസ്, അത് എനിക്ക് ഹിറ്റ്മാൻ ബ്ലഡ് മണി അത് ഞാൻ കളിച്ചു തുടങ്ങണ്ടേ. പിന്നെ എനിക്ക് ഇന്നലെ ആ ഷോർട്സ് ഇട്ടതിൻ്റെ കാരണം തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ വയ്യാത്തതാണ് ഗൈസ്. അതാകുമ്പോൾ വലിയ പണി വരുന്നില്ല, മറ്റേ ചുമ്മാ ഇട്ട് കൊടുത്താൽ മതിയല്ലേ. അപ്പം ഓടിയിട്ട് വില്ലേജ് എത്തുന്നില്ല ഗൈസ്. ഒരു തുമ്പ് പോലും കാണുന്നില്ല വില്ലേജിൻ്റെ. മുഴുവൻ കാര്യം തന്നെ ഇത് ആ സീഡ് തന്നെ അല്ലോ. ഞാനിപ്പം കാണുന്നതെല്ലാം ഞാനൊരു എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടുന്ന വല്ല വേൾഡ് ആണെങ്കിൽ തന്നെ ഞാൻ ഇത് എഴുതി വെക്കും ഗൈസ്. അതിൻ്റെ ഓക്കെ ഇവിടെ അടുത്ത തന്നെയാണ് ഗൈസ്. ഹങ്കർ കുറഞ്ഞോടാൻ വയ്യ, പമ്പിൻ ഇരിക്കുന്നു. ഇപ്പം ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് വില്ലേജ്. ഇപ്പം എന്തോ ഞാൻ തല്ലിക്കൊന്ന് തിന്നും. അയ്യോ കുറച്ചുകൂടെ പോകണമല്ലേ. പശുവിനെ തട്ടാം ഗൈസ്, ഇല്ലെങ്കിൽ നടക്കത്തില്ല. നിക്ക് പശു അവിടെ നിക്ക്, കമ്പിട്ടടിച്ചില്ല. എന്താണല്ലേ ഈ ബെഡ് റോക്ക് ഡീസിന് ഇപ്പോൾ ഭയങ്കര ഗ്ലിച്ച്. എന്തോ പറഞ്ഞുണ്ടോ, പശുവിൻ്റെ ദേഹത്തൂടൊക്കെ കയറുമ്പോൾ എന്തോ മങ്ങിയൊക്കെ പോകും പശു. നേരത്തെ ഷുഗർ കെയിന് മാത്രമേ ഉള്ളായിരുന്നു, ഇപ്പോൾ പശുവിനുമായിട്ടുണ്ട്. നിൽക്കുന്നില്ല. പിന്നെ ഇപ്പോൾ കോപ്പറേറ്റിൻ്റെ അപ്ഡേറ്റ് ഒക്കെ വന്ന് നമുക്ക് ഓക്കെ 2 ബീഫ് കിട്ടും, റോ ബീഫ്. അതിന് നമുക്ക് കൂടാം. 847 ആയില്ല. ഇനി കുറച്ച് മുമ്പിലോട്ട് പോവാം. 14 ഞാൻ ഓടി 14 വരെ എത്തിയോ. ശരിക്കും ഇപ്പം എങ്ങോട്ടാണ് പോകേണ്ടത്? അങ്ങോട്ടായിരുന്നു. കോർഡിനേറ്റെല്ലാം തെറ്റിപ്പോകുന്ന കൈസ്, എന്താണെന്ന് അറിയത്തില്ല, മറന്നു. കണ്ടിട്ട് അതുകൊണ്ട് കൈസ് വില്ലേജ് 100 ഡിസ്റ്റൻസ് കൂടി കിടക്കുക. ഫോൺ ചെറുതായിട്ട് ചൂടാവുന്ന തോന്നില്ല, പക്ഷേ ഇല്ല. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ വില്ലേജ് എത്തി. ഈ സീഡിൽ ഞാൻ ജസ്റ്റ് വില്ലേജ് എത്തി നമ്മൾ കുറച്ച് മൈൻ ചെയ്ത് കുറേ അയനെടുത്ത് ഒരു അയൺ ഫാം ഉണ്ടാക്കി, അങ്ങനെ കുറേ പണിയൊക്കെ നമ്മൾ ചെയ്തത്. നമ്മൾക്ക് വില്ലേജിൻ്റെ അടുത്ത് ഞാൻ സെറ്റ് ചെയ്യുന്നില്ല ഗൈസ്. കാരണം വില്ലേജിൻ്റെ അടുത്ത് സെറ്റ് ചെയ്ത ബ്ലാക്ക് സ്മിത്ത് ആണോ വില്ലേജിൻ്റെ അടുത്ത് സെറ്റ് ചെയ്ത ഒരു പ്രശ്നം വരുന്നതെന്ന് പറയുമ്പം ബെഡ് ഓടിച്ചിട്ട് പ്രശ്നം വരുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ വില്ലേജ് ലോഡായി കിടന്ന കുറേ സോംബി ഒന്നും ഇവിടെ കിടന്നാൽ ഈ പൊട്ടന്മാർ അകത്ത് കയറി പോകത്തില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. ഈ വില്ലേജ് തലവേന ഭയങ്കര തലവേന, എന്താണെന്ന് അറിയത്തില്ല. എല്ലാവരും പറയുന്നത് സത്യമാണ്. അങ്ങനെ അകത്ത് കയറത്തില്ല, അമ്മമാരെ തല്ലി കൊല്ലും. പിന്നെ നമുക്ക് വില്ലേജ് തന്നെ കിട്ടത്തില്ല ബ്രീഡറാണ് ഒരു പണി ചെയ്യാൻ. ഇനി നമുക്ക് ഇങ്ങോട്ട് മാറി ഇവിടെ വെച്ചാലൊന്നും കാര്യമില്ല. എന്തായാലും ഇങ്ങോട്ടൊന്ന് വെക്കാം. ഈ മലയുടെ സൈഡിലോട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, നമ്മൾ ബെഡ് സെറ്റ് ചെയ്ത് പിന്നെ നമ്മുടെ ആദ്യത്തെ ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് ഉണ്ടാക്കി കൊണ്ട് പോകാം. നമുക്ക് ഞാൻ മാക്സിമം നോക്കിക്കോളാം എങ്ങനെയെങ്കിലും അവന്മാർ രക്ഷപ്പെടുത്തണം. കാരണം നമുക്ക് ആദ്യമേ തന്നെ ഒരു വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കണം ഗൈസ്, അതാണ് അത്യാവശ്യം. കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് കുറച്ച് കല്ല് വെട്ടിയെടുക്കട്ടെ. എവിടെ നട്ടാം, എന്തായാലും അവിടെ നടക്കും. ഞാൻ സാധാ വില്ലേജിൽ തന്നെയാണ് വന്ന് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വില്ലേജ് സെറ്റ് ചെയ്താൽ ശരിയാകത്തില്ല. ഞാൻ അന്ന് സെറ്റ് ചെയ്തതിൻ്റെ കുറേ വില്ലേജർ പോയി, അതൊരു കാര്യം. ഇപ്പോൾ തൽക്കാലത്തേക്ക് തരാൻ നമുക്കൊന്ന് ബേസിക് ടൂൾസ് ഒന്ന് ഉണ്ടാക്കിയിട്ട് ആ വില്ലേജ് ഇപ്പോൾ ഇച്ചിരി കാറ്റിന് സാധനമൊക്കെ പൊട്ടിച്ചെടുത്തുകൊണ്ടൊന്ന് ഫുഡ് സെറ്റാക്കാം ഗൈസ്, ഇല്ലെങ്കിൽ പറ്റത്തില്ല. ഇവിടുത്തെ കോർഡിനേറ്റ് മറന്നു പറ്റില്ല. ഇല്ല സൈഡ് തന്നെ റീസ്പോൺസ് സെറ്റ് ചെയ്തില്ല, വെച്ചിട്ട് മറന്നുപോയി. ഓക്കെ, നമുക്ക് ആദ്യമേ തന്നെ ഒരു പിക്കാക്സ് പിന്നെ ഒരു ആക്സ്, ഇത് രണ്ടും മതി ഗൈസ്. നമുക്ക് അത്യാവശ്യം ഈ മരം നമുക്ക് ഇങ്ങോട്ട് നട്ട് വെച്ചേക്കാം, അവിടെ നിന്ന് കളിക്കട്ടെ. പിന്നെ ഇനി എന്തോരം ഉണ്ടാക്കാൻ, ഇനി ഒന്നില്ല ഉണ്ടാക്കാൻ. ഞാൻ അവിടെ നിന്ന് ഈ ഷുഗർക്ക് ഇങ്ങോട്ട് വല്ല നട്ട് ഇതിവിടെ വെക്കാൻ പറ്റത്തില്ലല്ലേ. നമുക്ക് എന്തായാലും വില്ലേജിൽ പോയി കുറച്ച് ഫുഡ് സെറ്റാക്കട്ടെ ഗൈസ്. അയ്യോ അനങ്ങാൻ വയ്യ. ഇതെപ്പം ചാടിച്ചാടി ഞാൻ എത്താനാ. ഗൈസ് അനങ്ങുന്നില്ല. ഞാൻ ആഡ്സ് ഉണ്ടാക്കിയായിരുന്നല്ലേ. ഞാൻ
കണ്ടോ ഗൈസ്, ഗ്ലിച്ച് കണ്ടോ? അതിൻ്റെ രോമം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഇവിടെ തിന്നിട്ടങ്ങ് പോകാം. ഓക്കെ ഓക്കെ ഓക്കെ. വീറ്റും ബീട്രൂട്ടുമാണ് ഗൈസ് നിൽക്കുന്നത്. ഇവിടെ ഹേബലുണ്ടോ എന്ന് നോക്കട്ടെ. ഗൈസ് നമ്മുടെ കുറച്ച് ബീട്രൂട്ട് വേണം. ബീട്രൂട്ട് എനിക്ക് ഇഷ്ടമല്ല. നമുക്ക് ഈ സീഡ് ഇവിടെ തന്നെ നട്ട് വെച്ചേക്കാം. അവിടെ എടുക്കട്ടെ, നമുക്ക് തന്നെ ഒന്ന് വെട്ടിയെടുക്കാം. ഇവിടെ ഹേബേൽ, ഇവിടെ അയൻകുളം ഇവിടെ ഉണ്ട്. ഇവിടെ ഒന്നും ജസ്റ്റ് ഇല്ലയോ? എന്തൊരു വീടില്ല, എന്തൊരു ഇത് പറയത്. ശരി അങ്ങനെയുണ്ടോ? ജസ്റ്റ് സ്മോക്ക് ആയിരിക്കുന്നു, ജസ്റ്റ് ഇല്ല. വില്ലേജിലൂടെ കൂട്ടിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് നിർത്താൻ കഴിയും. അയ്യോ സോറി, ചത്തു. നമ്മളെനിക്കൊരു ഒരു ഇല്ല, സീനില്ല. ഇപ്പം ചത്തേ ഇല്ല. ഉണ്ട്. പെട്ടു 2 പൊട്ടറ്റോ, ആപ്പിൾ. ഈ ബണ്ടിൽ നമുക്ക് ആവശ്യമില്ല. ബണ്ടിൽ നമ്മുടെ കൈ വെച്ചേക്കാം. ബണ്ടിൽ നമുക്ക് നമ്മുടെ ക്യാരറ്റ്. ഇതാണ് ഞാൻ നോക്കിയത്, ഈ സാധനം. ഇതുകൂടെ വെട്ടിയെടുത്തിട്ട് നമുക്ക് കയറിക്കണം ഉറങ്ങാം ഗൈസ്. എനിക്കറിയിപ്പോൾ തന്നെ നമ്മൾ ചാവും. കണ്ടടാ, സമയമാകുമ്പോൾ അമ്മമാർ എന്തായാലും വിളി ഇറങ്ങുമെന്ന് എനിക്കറിയാം. എനിക്ക് അന്നേരം അറിയാമായിരുന്നു എന്താ ഈ വില്ലേജിൻ്റെ കാര്യം തീരുമാനമാണ്. അപ്പം എനിക്ക് അത് എന്തുകൊണ്ടാണ് ഗൈസ് ഞാൻ ഈ വില്ലേജിൻ്റെ അടുത്തൊന്നും വീട് വെക്കാത്തത്? കണ്ടാ സോംബി ഒന്ന് അടിച്ച്. അപ്പം നമുക്ക് നമ്മൾ വെച്ചിട്ട് 1-ാം ദിവസമായി ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിക്കാം. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ ഇറ്റ്സ് മീ എൻകാട്ട് ഓഫ് സൈനിങ് ഓഫ് ഗൈസ്. അപ്പം ഗുഡ് ബൈ.